എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന ആ സുപ്രധാന വാർത്ത വന്നിരിക്കുകയാണ്. കേട്ടറ്റ് ഡിസംബർ 2025 പരീക്ഷയുടെ റിസൾട്ട് പരീക്ഷാ ഭവൻ ഇന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തിരുത്തലുകൾ അതേപടി വന്നതായി പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനു പിന്നാലെ ഇതാ ഇപ്പൊ ഈ റിസൾട്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മുടെ ഈ കൊച്ചു ചാനലിന്റെ വക പരീക്ഷ വിജയിച്ച എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. റിസൾട്ട് എങ്ങനെ മൊബൈലിലൂടെ വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാമെന്നും ജയിക്കാൻ എത്ര മാർക്ക് വേണം, ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തതായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് ചെയ്തേക്കണേ. ആദ്യം തന്നെ റിസൾട്ട് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറയാം. ഇതിനായി നമ്മൾ പോകേണ്ടത് പരീക്ഷാ ഭവന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ketet.kerala.gov.in എന്ന സൈറ്റിലേക്കാണ്. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹോം പേജിൽ തന്നെ കേടെറ്റ് ഡിസംബർ 2025 റിസൾട്ട് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങൾ എഴുതിയ എക്സാം കാറ്റഗറി കൃത്യമായി സെലക്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് നൽകി താഴെയുള്ള ചെക്ക് റിസൾട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്കോർ കാർഡ് സ്ക്രീനിൽ വരും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വരാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ഈ സ്കോർ കാർഡ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നുമില്ലെങ്കിൽ PDF ആയി ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. റിസൾട്ട് പേജ് മാത്രമല്ല, നിങ്ങൾ പരീക്ഷ എഴുതാൻ കൊണ്ടുപോയി ആ ഹാൾ ടിക്കറ്റ് കളയാതെ ഇപ്പോൾ തന്നെ ഒരു ഫയലിൽ എടുത്തു വെച്ചോളൂ. പിന്നീട് വെരിഫിക്കേഷൻ സമയത്ത് നമുക്കിത് ആവശ്യമുണ്ട്. ഹാൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടാൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഇനി പരീക്ഷ പാസ്സാക്കാൻ എത്ര മാർക്ക് വേണമെന്ന് നോക്കാം. 150 മാർക്കിലാണ് പരീക്ഷ നടന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാലോ. ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 60% മാർക്കാണ് വേണ്ടത്, അതായത് കൃത്യം 90 മാർക്ക്. OBC, SC, ST, OEC വിഭാഗക്കാർക്കാണെങ്കിൽ 55% മാർക്ക് മതിയാകും, അതായത് 82 മാർക്ക് ലഭിച്ചാൽ വിജയിക്കാം. PH വിഭാഗത്തിലുള്ളവർക്ക് 50% മാർക്ക്, അതായത് 75 മാർക്ക് നേടിയാൽ പരീക്ഷ പാസ്സാക്കാം. ശരി, നമ്മൾ റിസൾട്ട് നോക്കി ജയിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പലരും വിചാരിക്കാറുണ്ട് ജയിച്ചാൽ ഉടൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമെന്ന്. എന്നാൽ അതിനു മുൻപ് ഒരു പ്രധാന കാര്യമുണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അതായത് DEO ഓഫീസിൽ വെച്ചാണ് ഇത് നടക്കുക. ഇതിനായി നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതായത് 10ാം ക്ലാസ്, +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി, ഡിഗ്രി, TTC അല്ലെങ്കിൽ BEd സർട്ടിഫിക്കറ്റുകൾ, ഒപ്പം കാറ്റഗറി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, നമ്മുടെ കേടെറ്റ് ഹാൾ ടിക്കറ്റ്, റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട് എന്നിവയുമായി ഹാജരാകണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒറിജിനലുമായി ഒത്തുനോക്കി ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒറിജിനൽ കേടെറ്റ് സർട്ടിഫിക്കറ്റ് അനുവദിക്കൂ. നിലവിൽ ഈ സർട്ടിഫിക്കറ്റിന് ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ളതുകൊണ്ട് ഒരിക്കൽ വാങ്ങി വെച്ചാൽ പിന്നെ കാലാകാലം ഇത് വാലിഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ. പരീക്ഷ പാസ്സായ കൂട്ടുകാർ ഒട്ടും സമയം കളയാതെ വരാൻ പോകുന്ന LPSA, UPSA പരീക്ഷകൾക്കായുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ. ഇനി ചെറിയ മാർക്കുകൾക്ക് പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാതെ പോയവർ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. വരാനിരിക്കുന്ന അടുത്ത സൈക്കിളിനായി നമുക്ക് ഇപ്പോൾ തന്നെ വളരെ ശക്തമായി പഠിച്ചു തുടങ്ങാം. അതിനായി നമ്മുടെ ചാനൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ റിസൾട്ടുകൾ എന്തായി എന്നുള്ളതും നിങ്ങളുടെ സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്